أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹാദരണീയരായ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ. തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം അത് നമ്മിലേക്ക് എത്താൻ ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഏകദേശം 25, 26, 27 മിനിറ്റുകൾ കേരളത്തിൽ നിലാവുണ്ടായിരിക്കും. ഇന്ന് നിലാവ് കാണാനിടയായാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ മഗ്‌രിബ് നമസ്കാരം റമദാനിലായിരിക്കും. രാത്രി തറാവീഹ് നമസ്കാരം ആരംഭിക്കും. നാളെ പകൽ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് നമ്മൾ. അഥവാ ഇന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ ശഅബാൻ 30 പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് നാളത്തെ മഗ്‌രിബോടുകൂടി റമദാനിലേക്ക് പ്രവേശിച്ച് ഞായറാഴ്ച പകലോടുകൂടി നോമ്പെടുക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും പരിശുദ്ധ റമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ. റമദാനിൻ്റെ പകൽ സമയത്തും രാത്രി സമയത്തും സുദീർഘമായി നോമ്പെടുക്കുവാനും രാത്രിയിൽ നിന്ന് നമസ്കരിക്കുവാനുമുള്ള ആഫിയത്ത്, അതിനുള്ള താക്കത്ത് നാഥൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. കുല്ലു അമലി ബിനി ആദമ ഇല്ല സിയാമ. ആദം മക്കളുടെ പ്രവർത്തനങ്ങളെല്ലാം അവരുള്ളതാണ്. ഇല്ല സിയാമ, നോമ്പ് ഒഴികെ. അപ്പൊ നോമ്പ് ഒഴികെയുള്ള ബാക്കിയുള്ള അമലുകളെല്ലാം അവനുള്ളതാണ്. നോമ്പിനെ കുറിച്ച് മാത്രമായി പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ഫഇന്നഹു ലി, അത് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നതും ഞാൻ തന്നെയാണ്. വസിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. ഫഇദാ കാന യൗമു സൗമി അഹദികും, നിങ്ങൾ ആരെങ്കിലും ആ ദിവസത്തിൽ നോമ്പെടുക്കുകയാണെങ്കിൽ ഫലാ യർഫുസ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അശ്ലീലം പറയാൻ പാടില്ല. വലാ യസ്ഖബ്, നിങ്ങൾ അനാവശ്യമായി ബഹളം കൂട്ടാൻ പാടില്ല. ഇനി ഫഇൻ സബ്ബഹു അഹദുൻ ഔ ഖാതലഹു, ഒരാൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് നിങ്ങളെ ചീത്ത വിളിക്കുകയോ നിങ്ങളോട് ശണ്ട കൂടുകയോ ചെയ്താൽ ഫലയഖുൽ, അപ്പോൾ അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നി സ്വാഇമുൻ, തീർച്ചയായും ഞാനൊരു നോമ്പുകാരനാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി തആല മിൻ റിഹിൽ മിസ്കി, ഒരു നോമ്പുകാരന്റെ വായയിൽ ഉണ്ടാകുന്ന സ്മെല്ല് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ
സുഗന്ധപൂരിതമായിരിക്കും. ലിസ്വാഇമി ഫർഹതാനി, ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷത്തിന്റെ അവസരങ്ങളുണ്ട്. യഫ്റഹുഹുമ, അത് രണ്ടും കൊണ്ട് അവൻ സന്തോഷിക്കുന്നു. ഇദാ അഫ്തറ ഫരിഹ ബിഫത്രിഹി, ഒന്ന് നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിന്റെ സന്ദർഭമാണ്. രണ്ട് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ആ നോമ്പുകാരൻ ഉണ്ടാകുന്ന സന്തോഷമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ ഒരു അല്പം കൂടി നമുക്ക് കാണാം. വഫീ റിവായത്തിൽ ബുഖാരി യത്റുകു തുആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജ്ലി, അവൻ ആഹാരവും പാനീയവും വികാര വിചാരങ്ങളുമെല്ലാം ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു നോമ്പിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത് അസ്സിയാമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഓരോന്നിനും 10 ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സുദീർഘമായ ഖുദ്സിയായ ഹദീസാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ഒന്നാമതായി നോമ്പിനെ കുറിച്ച് മാത്രമായിട്ടാണ് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. ഏതൊരു അമൽ നമ്മൾ ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ അത് ചെയ്യുന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കേണ്ടത് അല്ലാഹയാണ്, പ്രതിഫലം തരുന്നതും അല്ലാഹയാണ്. എന്നാൽ നോമ്പിനെ കുറിച്ച് മാത്രമായി പ്രത്യേകം എടുത്തു പറയുമ്പോൾ നോമ്പിന്റെ മഹത്വമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ, ഒരു അടിമയും ഇല്ല, യസൂമു, അവൻ നോമ്പെടുക്കുന്നു, യൗമൻ, ഒരു ദിവസത്തിൽ, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, ഇല്ലാ ബഅദല്ലാഹു, അല്ലാഹു അവനെ അകറ്റിയിട്ടല്ലാതെ, ബിദാലിക്കൽ യൗമി, ആ നോമ്പുകാരനച്ചാൽ, വജ്ഹഹു, അവന്റെ മുഖത്തെ, അനിന്നാരി, നരകത്തെ തൊട്ട്, 70 ഖരീഫ, 70 വർഷം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു നോമ്പെടുത്താനുള്ള കൂലിയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ ആ മനുഷ്യനും നരകവും തമ്മിലുള്ള അന്തരം 70 വർഷത്തെ വഴിദൂരമാണ്. അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമാത്രം മഹത്വമേറിയ, അല്ലാഹുവിന് വളരെ ഇഷ്ടമുള്ള നോമ്പ് നമ്മുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ആ നോമ്പിന് വേണ്ടി, റമളാനിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതായ പലതരത്തിലുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചും ബാഹ്യമായ ശുദ്ധീകരണവും ആത്മീയമായ ശുദ്ധീകരണവും തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് നാം വിശദീകരിച്ചത്. പിന്നെ പ്രവാചകൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് വസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ് എന്നാണ്. എന്താണ് പരിച എന്ന് പറഞ്ഞാൽ? യുദ്ധക്കളത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ആ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വെട്ടുകളും കുത്തുകളും അക്രമങ്ങളും തടയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പരിച എങ്കിൽ, നോമ്പുകാരൻ എല്ലാ തിന്മകളെയും തടുത്തു നിർത്താൻ നോമ്പിലൂടെ ഒരു നോമ്പുകാരന് സാധിക്കേണ്ടതുണ്ട്. എല്ലാ മോശമായ കാര്യങ്ങൾക്കെതിരായി അവന്റെ നോമ്പിനെ ഒരു പരിചയായി അവൻ എടുത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. ആ നിലക്ക് നോമ്പിനെ ഒരു പരിചയായി കൊണ്ട് തന്നെയായിരിക്കണം നോമ്പുകാരായ ഞാനും നിങ്ങളും കൊണ്ട് നടക്കേണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്, നിങ്ങൾ നോമ്പെടുത്താൽ ആ ദിവസത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അശ്ലീലം പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നോമ്പല്ലാത്ത ദിവസം പറയാം എന്ന അർത്ഥത്തിലല്ല. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു മുസൽമാന്റെ നാവിൽ നിന്ന് എപ്പോഴും നല്ലതേ വരാൻ പാടുള്ളൂ. ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ നിങ്ങൾ നല്ലത് പറയുക, നല്ലത് പറയാനില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക
പറഞ്ഞതിനേക്കാൾ സ്ട്രോങ് ആയി, ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ രണ്ടെണ്ണം കൂടുതലായി അങ്ങോട്ട് പറയുന്ന ഒരു പ്രവണത ഒരു നോമ്പുകാരനിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? അവന്റെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. അവന്റെ നോമ്പ് മുറിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വഅമഹു വശറബഹു. ഒരാൾ മോശമായ വാക്കും പ്രവൃത്തിയും ജഹാലത്തും വിവരക്കേടും ഒഴിവാക്കാൻ തയ്യാറില്ലയോ അവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിന് യാതൊരുവിധ ആവശ്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആമാശയത്തെ പട്ടിണിക്കിടൽ മാത്രമല്ല നോമ്പ്. എന്റെ കണ്ണിന് നോമ്പായിരിക്കണം, എന്റെ കാതിന് നോമ്പായിരിക്കണം, എന്റെ നാവിന് നോമ്പായിരിക്കണം, എന്റെ കൈകാലുകൾക്ക് നോമ്പായിരിക്കണം, എല്ലാ അവയവങ്ങൾക്കും നോമ്പായിരിക്കണം. ഒരു നോമ്പുകാരൻ ചീത്ത പറയുക, അസഭ്യം പറയുക, പുലമ്പം പറയുക, എന്നിട്ട് അവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സുബഹിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെ 13 മണിക്കൂറിലധികം ഈ റമദാനിൽ പകൽ സമയത്ത് നോമ്പെടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഇത്രയും നീണ്ട മണിക്കൂറുകൾ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒരാൾ നോമ്പെടുത്തിട്ട് ആ നോമ്പിന്റെ പ്രതിഫലം അവൻ സ്വയം നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറഞ്ഞാൽ അതാണ് പ്രവാചകൻ പറയുന്നത്. മോശമായ വാക്കും പ്രവൃത്തിയും ഒഴിവാക്കാൻ തയ്യാറില്ലയോ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരുവിധ ആവശ്യവുമില്ല. അതുകൊണ്ട് ഓരോ നോമ്പുകാരനും മനസ്സിലാക്കുക, തന്റെ നാവ് പൊന്നായിരിക്കണം. നാവിൽ നിന്ന് നല്ലത് മാത്രമാണ് പുറത്തു പറയേണ്ടത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി ഗുറഫൻ, തീർച്ചയായും സ്വർഗ്ഗത്തിൽ ഒരുപാട് മാളികകളുണ്ട്, ഒരുപാട് അറകളുണ്ട്. അതിന്റെ പ്രത്യേകതയായി പ്രവാചകൻ പറഞ്ഞത് യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ. അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാം, പുറത്തു നിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഫടിക കൊട്ടാരങ്ങൾ, പ്രത്യേകമായ അറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഫഖാല അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖാല, അവിടെന്ന് പറഞ്ഞത് ലിമൻ അത്വാബൽ കലാമ, സംസാരം നന്നാക്കുന്ന ആളുകൾക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നോമ്പുകാരൻ ഒരാളവൻ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും ഇന്നി സ്വാമി, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പാണ്, നിന്റെ കൂടെ ശങ്കക്ക് വന്ന് അതല്ലെങ്കിൽ വഴക്കടിച്ച് എന്റെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ ഞാനില്ല, ഇന്നി സ്വാദിമുൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ ഒരു നോമ്പുകാരന് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ കടിഞ്ഞാണിടാൻ, നിയന്ത്രിക്കാൻ, പിടിച്ചു കെട്ടാൻ ഒരു നോമ്പുകാരന് സാധിക്കണം. ഇല്ലെങ്കിലോ നമ്മൾ ചെയ്യുന്ന അമലുകൾ, അതിന്റെ പ്രതിഫലങ്ങൾ നമ്മുടെ നാവ് തന്നെ നശിപ്പിച്ചു കളയുമെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവിങ്ങനെ പുറത്തേക്ക് നീട്ടി 2 വിരൽ കൊണ്ട് ആ നാവിങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തു സ്വഹാബത്തിന്. അംസിക് ലിസാനക, നീ പിടിക്കണം നിന്റെ നാവിനെ. നാവിനെ പിടിച്ചു വെക്കാൻ, നിയന്ത്രിക്കാൻ, കടിഞ്ഞാണിടാൻ ഒരു നോമ്പുകാരന് സാധിക്കുന്നില്ല എങ്കിൽ ആ നോമ്പുകാരന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നതിൽ സംശയമില്ല. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന്റെ വായയിലുള്ള സ്മെല്ല്, അതിനെക്കുറിച്ച് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു എന്നുള്ളതാണ്. ഖുദ്സിയായ ഹദീസാണ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നോക്ക് നിങ്ങൾ, നമ്മൾ സുബഹിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നീണ്ട 13 മണിക്കൂറിലധികം ഞാനും നിങ്ങളും നോമ്പനുഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു നോമ്പുകാരന്റെ വായയിൽ പ്രത്യേക തരത്തിലുള്ള സ്മെല്ല് ഉണ്ടാവും. ഒന്നും കഴിക്കാത്തത് കൊണ്ട്, കുടിക്കാത്തത് കൊണ്ട് ഒരു നാറ്റമുണ്ടാകും. അതിനെ കുറിച്ച് പോലും അല്ലാഹു സംസാരിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേ, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി തആല മിൻ റീഹിൽ മിസ്കി. നോമ്പുകാരന്റെ വായിൽ ഉണ്ടാകുന്ന ആ സ്മെല്ല് അല്ലാഹുവിന്റെ
അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണെങ്കിലും നമ്മൾ അടുത്തു നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വായയിൽ നിന്ന് ഒരു അല്പ സ്മെല്ല് വന്നാൽ ഒന്നുകിൽ അവർ മുഖം തിരിച്ചു കളയും, അതല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കും. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും വായിൽ നാറ്റമുണ്ടെന്ന് പറയും. അള്ളാഹു പറയാ, നോമ്പുകാരന്റെ വായിലുള്ള സ്മെല്ല് എന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതം. ഇത്രയേറെ ഒരു നോമ്പുകാരന് വേണ്ടി അവന്റെ വായയിലെ സ്മെല്ലിനെ കുറിച്ച് വരെ ഇസ്ലാം സംസാരിച്ചുവെങ്കിൽ അതൊരു നോമ്പുകാരന്റെ മഹത്വമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞ രണ്ട് സന്തോഷത്തിന്റെ അവസരം, ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മഗ്‌രിബിന്റെ ബാങ്കിനായി നമ്മളെല്ലാവരും കാതോർക്കുന്ന ആ സന്ദർഭമുണ്ടല്ലോ, കാലൊക്കെ കയ്യിൽ പിടിച്ച് ബാങ്ക് കൊടുക്കുന്ന സമയം ഇങ്ങനെ ക്ലോക്കിലേക്ക്, വാച്ചിലേക്ക്, മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി 5 മിനിറ്റ്, 4 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ്, ഇതാ ഇപ്പൊ ബാങ്ക് കൊടുക്കും. നോമ്പ് തുറക്കാനായി നമ്മളെല്ലാവരും തയ്യാറായിരിക്കുന്ന ആ ബാങ്ക് കേൾക്കുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നോമ്പുകാരന്റെ മനസ്സിന്റെ ആനന്ദം നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ സന്ദർഭം ഏതാ? നോമ്പുകാരണത്താൽ ഒരാൾ സന്തോഷിക്കുന്നത് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. നോമ്പുകാരനെ അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന ഒരു സന്ദർഭം. വിശ്വാസികൾക്ക് മാത്രമേ അല്ലാഹുവിനെ കാണാൻ പറ്റുള്ളൂ. അത് ദുനിയാവിൽ വെച്ച് ഒരാൾക്ക് അല്ലാഹുവിനെ കാണാൻ പറ്റില്ല, പരലോകത്ത് വെച്ച്. നമ്മൾ ആരും ഇന്ന് വരെ നമ്മുടെ റബ്ബിനെ കണ്ടിട്ടില്ല, കാണാൻ നമുക്ക് കഴിയില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ഖുർആൻ പറഞ്ഞതാണ്, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, അവൻ കണ്ണുകളെ കാണുന്നവനാണ്. അഥവാ അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അല്ലാഹു ഇങ്ങോട്ട് നിങ്ങളെ കാണുന്നതാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് പല ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്, അവനെ ഇബാദത്ത് ചെയ്യലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ അവനെ ഇബാദത്ത് ചെയ്യലാണ്, അവനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ അല്ലാഹുവിനെ ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എപ്പോഴാണ് കാണാൻ പറ്റുക? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത്. അതും വിശ്വാസികൾക്ക് മാത്രമേ അല്ലാഹുവിനെ കാണാൻ പറ്റുള്ളൂ. നിഷേധികളായ ആളുകൾക്ക് കാണാൻ കഴിയില്ല. നിഷേധികളായ ആളുകളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയുണ്ടാകുന്ന സ്വർഗീയ ലോകത്ത് വെച്ച് സ്വർഗവാസികളായ ആളുകൾക്ക് ഓരോരോ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോ സ്വർഗവാസികൾ അങ്ങേയറ്റ സന്തോഷത്തിലായിരിക്കും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രമാത്രം സന്തോഷം. എന്നിട്ട് അല്ലാഹു ഇറങ്ങി വന്നിട്ട് ചോദിക്കും, മതിയോ? സന്തോഷായോ? ഇനി വേണോ? റബ്ബേ, ഞങ്ങൾക്ക് മതിയായി, ഞങ്ങൾ തൃപ്തരാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹു, എന്നാൽ ഇതിനേക്കാളും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാനിതാ പറയാൻ പോവുകയാണ്. അപ്പൊ സ്വർഗവാസികൾക്ക് റബ്ബേ ഇതിലും വലുതോ? അതെ, ഇതിലും വലുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഇറങ്ങി വരുന്ന അല്ലാഹുവിനെ അവർക്ക് ആ സമയത്ത് കാണാൻ പറ്റുന്നതാണ്. വല്ലാത്തൊരു രംഗമാണ്. ഒരു മുസൽമാൻ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നാളെ അല്ലാഹുവുമായിട്ടുള്ള ലിഖാ. എൻ്റെ റബ്ബിനെ എനിക്കൊന്ന് കാണണമെന്ന് പൂതിയില്ലാത്ത ഏത് മുസ്ലിമാണ് ഉണ്ടാവുക? എന്നെ സൃഷ്ടിച്ച, എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കാത് തന്ന, എനിക്ക് കൈകാലുകൾ തന്ന, എനിക്ക് വേണ്ടി ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സജ്ജീകരിച്ച, എനിക്ക് വേണ്ടി വായുവും വെള്ളവും ആഹാരവും കാറ്റും മഴയും എല്ലാം ഒരുക്കി തന്ന ഭൂമിയിലുള്ള മുഴുവനും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്, എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഭൂമി ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. ആകാശം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യനോടെ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യരില്ലെങ്കിലോ ആകാശത്തിനോ ഭൂമിക്കോ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ ഒന്നും സംഭവിക്കാനില്ല. എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്തു തന്ന നമ്മുടെ റബ്ബിനെ കാണാൻ നമുക്ക് പൂതിയില്ലേ? നോമ്പുകാരായ ആളുകൾക്ക് അല്ലാഹുവിനെ കാണാൻ പറ്റും. അത് വല്ലാത്തൊരു സന്തോഷത്തിന്റെ
നോമ്പിന്റെ ഒരു അവസരമാണ്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹനെ കാണണോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതുകൂടി നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തായ ദിവസം കൂടിയാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സുബ്ഹാനല്ലാഹ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരാണോ റബ്ബുമായിട്ടുള്ള ലിഖാഇനെ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ എന്ത് ചെയ്യണം? അമലു സ്വാലിഹാത്ത് ചെയ്തുകൊള്ളട്ടെ എന്നാ. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. മാത്രമല്ല വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ രക്ഷിതാവിനുള്ള ഇബാദത്തിൽ ഒരാളെയും പങ്കെടുക്കാൻ പാടില്ല, അഥവാ ശിർക്ക് ചെയ്യാൻ പാടില്ല. അല്ലാഹനെ കാണണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യനാണോ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരാൻ പാടില്ല. അഥവാ അല്ലാഹനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. റമദാനിൽ തന്നെ ബദരീങ്ങളെ സഹായിക്കണേ എന്ന് നോമ്പ് പിടിച്ചിട്ട് പറയുന്ന മുസ്ലിങ്ങളെ നമുക്ക് കാണാം. അവർക്ക് അല്ലാഹനെ കാണാൻ കഴിയില്ല. കാരണം എന്താ? അവർ ചെയ്യുന്നത് ശിർക്കാണ്. റമദാൻ 17 ബദരീങ്ങളുടെ പേരിൽ ആണ്ട് നേർച്ച നടത്തുന്ന, അറവ് നടത്തുന്ന, അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന, ബദർമാല ചെല്ലുന്ന, ബദർ വരിച്ചു പാടുന്ന, അതുപോലെ തന്നെ മജ്ലിസുൻ നൂർ സംഘടിപ്പിച്ചുകൊണ്ട് ബദരീകളുടെ പോലീഷ പറഞ്ഞ് പിന്നെ ബദരീകളോട് സഹായം തേടുന്ന, മുസ്ലിം സമുദായത്തിലെ നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, നോമ്പെടുക്കുന്ന, ഹജ്ജ് ഉംറ നിർവഹിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ റമദാൻ 17 അവരുടെ ജീവിതത്തിൽ ഇക്കാലം അത്രയും ചെയ്ത സകല അമലും പൊളിഞ്ഞു. കാരണം എന്താ? ശിർക്ക് ചെയ്താൽ നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലെല്ലാം ബാച്ചിലായി. നോമ്പും നമസ്കാരവും സക്കാത്തും ഒക്കെ വെറുതെയാണ്. കാരണം ഒരു മനുഷ്യനിലേക്ക് ശിർക്ക് കടന്നു വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കില്ല എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ ഒരേ ഒരു പാപമാണ്. അവിടെ അമ്പിയാക്കളെ സഹായിക്കണേ, മുഹദ്ദിസിനെ രക്ഷിക്കണേ, ഔലിയാക്കളെ സഹായിക്കണേ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്നത് ശിർക്കാണ്. അവൻ അല്ലാഹനെ കാണാൻ കഴിയില്ല. ഒരിക്കലും അവർ സ്വർഗ്ഗത്തിൽ പോകില്ല, നരകത്തിലാണ്. മാത്രമല്ല കാലാകാലം നരകത്തിലാണ്. അവ പ്രവാചകൻ പറയാൻ നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷത്തിന്റെ അവസരം അല്ലാഹുവിനെ കാണുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് അല്ലാഹനെ കാണണോ, ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ, സൽക്കർമ്മം ചെയ്യുക. അല്ലാഹുവിനുള്ള ആരാധനയിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാവുക. ഈ ഒരൊറ്റ ഹദീസ് തന്നെ വിശദീകരിച്ചാൽ തീരൂല. നോമ്പിനെ കുറിച്ച് അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മണിക്കൂറുകളുടെ വ്യത്യാസമാണ് നമ്മളും റമദാനും തമ്മിലുള്ളത്. അസറാകുമ്പോൾ മഗ്രിബാകുമ്പോൾ നമ്മിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ആയുസ്സിന്റെ ബലം നമുക്കറിയില്ല. പ്രായവ്യത്യാസമില്ല മരണത്തിന്. ഏത് സമയത്തും നമ്മളൊക്കെ പോകേണ്ടവരാണ് ദുനിയാവിൽ നിന്ന്. ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന നമ്മൾ വീട്ടിലെത്തുമോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് ഈ ജുമാക്ക് വന്ന ഇന്ന് പള്ളിയിലിരിക്കുന്ന നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച്, ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിലാണ് എന്റെ മരണമെങ്കിലും നല്ല മനസ്സിന്റെ ഉടമയായി മരിച്ചു പോകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ അധികരിപ്പിച്ച് അല്ലാഹുവിലേക്ക് നന്നായിട്ട് അടുത്ത്, അതോടൊപ്പം തന്നെ മക്കളൊക്കെ നമ്മൾ അടുപ്പിക്കണം, ദീനിലേക്ക് അടുപ്പിക്കണം. പള്ളിയിലേക്ക് നമ്മൾ വന്നാൽ പോലെ നമ്മുടെ മക്കളെ കൂടി കൊണ്ടുവരണം. നമ്മൾ വായിക്കുന്നില്ല ഓരോരോ വാർത്തകൾ. ചുറ്റിക കൊണ്ട് 5 പേരെ തലക്കടിച്ചു കൊന്ന ക്രൂരമായ ഒരു 23-കാരന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊക്കെ വായിക്കുകയാണ്. ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ ഇനി നമ്മൾ കേൾക്കാതിരിക്കാൻ, എൻ്റെ മഹല്ലിൽ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാൻ, മക്കളെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരാനും അള്ളാഹുവിന്റെ ദീൻ പറയുന്ന സദസ്സുകളിലേക്ക് കൊണ്ടുവരാനും, ആ നിലക്കൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ അടുപ്പിച്ച് നല്ല കൂട്ടുകെട്ടുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടു നടക്കണം. നമ്മൾ സ്നേഹം കൊടുത്തില്ലെങ്കിൽ എവിടെ നിന്നാണോ കിട്ടുക അങ്ങോട്ട് അവർ ചാടി. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം പറ്റിക്കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ നിലവിളിച്ചത് കൊണ്ടോ കൈകാലം പിടിച്ച് കരഞ്ഞത് കൊണ്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവോട് തേടണം, പടച്ചോനെ മക്കളെ നീ സ്വാലിഹാക്കണേ. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ, നോമ്പ് തുറക്ക് വരുമ്പോൾ, ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരുന്ന ഒരു അവസ്ഥയായിരിക്കണം നമ്മുടെ കുടുംബത്തിലേക്ക് ഇസ്ലാമികപരമായ അന്തരീക്ഷം നമ്മൾ നിലനിർത്തുക. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് തരും, എന്ത് ചോദിച്ചാലും.
തെറ്റാവരുത് നിങ്ങൾ ചോദിക്കുന്ന പാപത്തിന് വേണ്ടിയും. അതാണ് പ്രവാചകൻ പറഞ്ഞത്, കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിലാകരുത്, പാപത്തിന് വേണ്ടിയാകരുത്, കുറ്റകരമായ സംഗതിയാകരുത്. അതല്ലാതെ എന്തുകൊണ്ട് ചോദിക്കാം. ദുനിയാവാണോ ചോദിച്ചോ അല്ല തരും, ആഹാരമാണോ നിങ്ങൾ ചോദിച്ചോ അല്ല തരും. മക്കളെയാണോ വേണ്ടത്, മക്കളുടെ വിദ്യാഭ്യാസമാണോ, അവർക്ക് ജോലിയാണോ, അവരുടെ വിവാഹമാണോ, വീടിന്റെ പണിയാണോ, ഉമ്മയുടെ രോഗമാണോ, കടബാധ്യതകളാണോ, എന്ത് ചോദിച്ചാലും അല്ല തരും. അള്ളക്ക് മാത്രമേ തരാൻ കഴിയൂ. പ്രവാചകൻ പറഞ്ഞതിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ആദ്യം ഞാൻ അള്ളാഹിനോട് പറയണം. നിന്റെ വീട്ടിൽ കറിയിലിടാൻ ഉപ്പ് തീർന്നു പോയാൽ ആദ്യം നിന്റെ സങ്കടം നീ അള്ളാഹിനോട് പറയണം. എന്നിട്ട് വീട് വിട്ടിറങ്ങിയാൽ നിന്റെ മുന്നിലുള്ള എല്ലാ വഴികളും അള്ളാഹു നിനക്ക് ഓപ്പൺ ചെയ്തു തരും, എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി തരും. അതുകൊണ്ട് പ്രാർത്ഥനയേക്കാൾ വലിയ ആയുധം വേറെയില്ല. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. ഈ പരിശുദ്ധ റമദാനിൽ നമ്മിലേക്ക്, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ റമദാനിൽ എനിക്കും നിങ്ങൾക്കും ഏറ്റവും കൂടുതലായി ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളതാണ്. ധാരാളമായി പ്രാർത്ഥിക്കാം. ശരിക്കും മനസ്സറിഞ്ഞ് അല്ലാഹുവിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് അടുക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് കണ്ണീരുകൊണ്ട് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടി അതിനാണ് നോക്ക്. ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുന്ത, എവിടെയായിരുന്നാലും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. നാം എത്രമാത്രം അല്ലാഹുവിനെ ഓർക്കുന്നുവോ അതനുസരിച്ചായിരിക്കും അല്ലാഹു നമ്മളെയും ഓർക്കുക. പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ തന്റെ മനസ്സിൽ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹുവും അവനെ പറ്റി ഓർക്കും. ഒരു സദസ്സിൽ വെച്ച് ഒരാൾ അല്ലാഹുവിനെ ഓർത്താൽ അതിനേക്കാളും ഉത്തമമായ സദസ്സിൽ വെച്ച് അല്ലാഹു എന്നെ നിങ്ങളെ ഓർക്കും. നമ്മളിപ്പോ അല്ലാഹുവിനെ പറ്റിയാ പറയുന്നത്, ഇതൊരു സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച് അല്ലാഹുവിനെ പറ്റി നമ്മൾ പറയുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ഉത്തമമായ സദസ്സത, മലക്കുകളുടെ സാന്നിധ്യമുള്ള ഇതിനേക്കാൾ ഉത്തമമായ സദസ്സിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളെ ഓർക്കും. വമൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബതു മിൻഹു ദിറാഅ. ഒരു ചാൺ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്താൽ ഒരു മുഴം അല്ലാഹു ഇങ്ങോട്ട് എടുക്കും. വമൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബതു മിൻഹു ബാഅ. ഒരു മുഴം ഒരാൾ അല്ലാഹുവിലേക്ക് അടുത്താൽ മാറ് വരെ അല്ലാഹു ഇങ്ങോട്ട് എടുക്കുമെന്ന. വമൻ അതാനി യംശി അതൈതുഹു ഹർവല. ആരെങ്കിലും എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിച്ചെല്ലും. അതാ നമ്മുടെ റബ്ബ്. ഇത്ര സ്നേഹമുള്ളവൻ, ഇത്ര കാരുണ്യമുള്ളവൻ, അതാ നമ്മുടെ റബ്ബ്. നമ്മളെ കണ്ടാൽ ഓടി വരുന്ന മക്കളുണ്ടാവും. എത്ര കാലം ഓടി വരും? ഏത് പ്രായം വരെ അവർ ഓടി വരും? ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കാൻ വീടിന്റെ വാതിൽ തുറന്ന് വാതിൽക്കൽ പടിയിലേക്ക് ഓടി വരുന്നതിന്റെ ഭാഗ്യം ഉണ്ടാവും. അത് കല്യാണം കഴിഞ്ഞാൽ 6 മാസം 1-2 കൊല്ലം ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ വന്ന് ബെല്ലടിച്ചാൽ പോലും പറയും വാതിൽ പൂട്ടിയിട്ടില്ല, തുറന്ന് കയറിക്കോ മനുഷ്യ പറയും. അതാണ് വ്യത്യാസം. നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾ ഒന്ന് നടന്ന അല്ലാഹുവിലേക്ക് ഓടി വരും. ഇത്രയേറെ നമ്മളെ സ്നേഹിക്കാൻ ലോകത്ത് റബ്ബല്ലാതെ വേറൊരാളില്ല. നമ്മുടെ എന്ത് സങ്കടവും എന്ത് പ്രയാസവും നമുക്ക് പറയാം. അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്ന പോലെ ലോകത്തൊരാൾ നമ്മളെ സ്നേഹിക്കില്ല, കഴിയില്ല ഒരാൾക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് കാവലാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബാണ് പറയുന്നത്, നിങ്ങൾ എന്നിലേക്ക് എത്ര അടുക്കുന്നുവോ അതിൽ കൂടുതൽ ഞാൻ നിങ്ങളിലേക്ക് അടുക്കും. റമദാൻ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. ധാരാളമായിട്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി ചിന്തകളുമായി നല്ല മനസ്സിന്റെ ഉടമകളായി ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത റബ്ബേ റഹ്മാനെ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, നമ്മളെല്ലാവരും നിയ്യത്ത് വെക്കാറുള്ളതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏതൊരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാത്രി തന്നെ നമ്മൾ നിയ്യത്ത് വെക്കുക. സുബഹിക്ക് മുമ്പായി നോമ്പെടുക്കുന്നു എന്ന നിയ്യത്ത് വെക്കുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതി എന്നാണ്, കരുതാണ്. നവ എന്ന് പറഞ്ഞാൽ കരുതി, നവ എന്ന് പറഞ്ഞാൽ കരുതി. ആ പദത്തിൽ നിന്നാണ് നിയ്യത്ത് എന്ന പദം ഉണ്ടായത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ.
അപ്പൊ കരുതുക എന്ന് പറഞ്ഞാൽ പിന്നെ നാവ് കൊണ്ട് പറയലല്ല, നിയ്യത്ത് കരുതലാണ്, മനസ്സിൽ കരുതുക. നിയ്യത്ത് ഏത് ഇബാദത്തിലും ആവശ്യമാണ്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പായി നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ നമ്മൾ ആരും മറന്നു പോകും. നോമ്പെടുക്കുന്നു, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നു മനസ്സിൽ നമ്മൾ കരുതിയിരിക്കുക. മറ്റൊന്ന്, നോമ്പ് തുറക്കണ സമയമുണ്ട്, മഗ്‌രിബിന്റെ സമയം. എല്ലാ പള്ളിയിലും ഒച്ചപ്പാടും ബഹളവും ഉള്ള ഒരു സമയമാണ് അല്ലെ. ചായ കിട്ടിയില്ല, ചൂട് ചായ, അല്ലെങ്കിൽ ചായക്ക് ചൂടില്ല, ചായ ശരിയായില്ല, സമൂസ തരുന്നില്ല, ഒരാൾ 2 എടുത്തു, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, ആ ഒച്ചപ്പാടും ബഹളം. ആ സമയത്തിന്റെ പ്രത്യേകത നമ്മൾ മറന്നു വരുത്. നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന ഒരു മറയില്ലാതെ തടസ്സമില്ലാതെ ഡയറക്റ്റായി ലൈവായിട്ട് പടച്ചവനിലേക്ക് പോണ സമയമാണ്. അപ്പൊ ആ സമയത്ത് ഒച്ചപ്പാടും ബഹളത്തിനൊന്നും നിൽക്കാതെ നോമ്പ് തുറന്ന ഉടനെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ഉടൻ സഡൻ ആൻസറാണ്, ഉടനടി ഉത്തരമാണ്. അതാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തിന്റെ പ്രത്യേകത. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, വെള്ളം കുടിച്ച്, അതല്ലെങ്കിൽ കാരക്ക തിന്ന്, അതൊക്കെയാണ് സുന്നത്ത്. കാരക്ക കൊണ്ടോ പച്ചവെള്ളം കൊണ്ടോ നമ്മൾ നോമ്പ് തുറക്കുക. ആ സമയത്തുള്ള പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം. ദാഹം പോയി, നാടി ഞരമ്പുകളെല്ലാം നനഞ്ഞു, അല്ലാഹുവേ ഇനി നീ ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുക. അതുപോലെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക. ധൃതി കാണിക്കാന്ന് പറഞ്ഞാൽ 36-36 ഭാഗ്യെങ്കിലും 35 നോമ്പ് തുറക്കണമെന്നല്ല. അഥവാ ഒരു സെക്കൻഡ് പോലും സമയമായാൽ ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കാൻ പാടില്ല. ചില ആളുകൾ ഭാഗ്യം കേട്ടാലും 36 ഏതായാലും ഇത്രയും മണിക്കൂർ പിടിച്ചില്ല, 1 മിനിറ്റും കൂടി സൂക്ഷ്മത എന്ന നിലയ്ക്ക് 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് പകുതിയൊക്കെ ആയിട്ട് തുറക്കാതെ വിചാരിക്കും. നോമ്പ് തുറക്കൽ വൈകിപ്പിക്കാന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ സമ്പ്രദായമാണ്. അതുകൊണ്ട് സമയമായാൽ ഭാഗ്യം കേട്ടാൽ സഡൻ നമ്മളെല്ലാവരും നോമ്പ് തുറക്കുക, അതിനുവേണ്ടി ധൃതി കാണിക്കുക. അത് പ്രവാചകന്റെ സുന്നത്താണ്. അതുപോലെ തന്നെ നോമ്പിന് വേണ്ടി നമ്മൾ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുമ്പോൾ അത്താഴം കഴിച്ചില്ലെങ്കിലും എനിക്കിപ്പോൾ വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത്താഴം കഴിച്ചില്ലെങ്കിലും നോമ്പ് പിടിച്ചാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അത്താഴം കഴിക്കാത്ത മനുഷ്യന്മാരുടെ എണീക്കാനൊക്കെ മടിയായിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അത്താഴം പ്രവാചകൻ പറഞ്ഞ നിങ്ങൾ അത്താഴം കഴിക്കണം, അത് ബർക്കത്താണ്, അള്ളാന്റെ ഒരു ബർക്കത്താണ്. ഇപ്പൊ നമുക്കിപ്പോ ഇന്നിപ്പോ ജുമാ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചോറ് ഇല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് നമ്മളാകെ പൊളിഞ്ഞു, രാവിലെ നാസ്താക്കിയാൽ നമ്മൾ ആകെ ഇടങ്ങാറും. എന്നാൽ 13 മണിക്കൂർ നോമ്പെടുത്തിട്ട് നമുക്ക് വല്ല ക്ഷീണമുണ്ടോ? ഇത് നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ തണ്ടുനടിയല്ല, അള്ളാഹു തരുന്ന ഒരു ബർക്കത്താണത്. നമ്മളിപ്പോ 1 മണിക്കൂർ അരമണിക്കൂർ ഈ നാഷണൽ ഹൈവേയിലൂടെ ഒന്ന് നടന്നാൽ അല്ലെങ്കിൽ ഒന്ന് സ്കൂട്ടർ ഓടിച്ചാൽ വെള്ളം കുടിക്കാണ്ട് നമുക്ക് പറ്റൂല. അത്ര പൊരിവെയില. ഈ പൊരിവെയിലത്ത് 13 മണിക്കൂർ നമ്മൾ വെള്ളം കുടിക്കാതെ നടക്കണില്ലേ? അത് പടച്ചോ തരുന്ന ബർക്കത്താണ്. അല്ലാണ്ട് നമ്മുടെ തണ്ടും തടി ആരോഗ്യവും നമ്മുടെ തടി പിടിക്കുന്നല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. പ്രവാചകൻ പറയുന്ന അത്താഴം കഴിക്കണം, അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവും. ഒരു കാരക്കയെങ്കിലും ഒരു പഴമെങ്കിലും എന്തെങ്കിലും ആ ബർക്കത്ത് കിട്ടാനായി ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും നമ്മൾ കഴിക്കുക, അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നോമ്പ് പിടിക്കുകയും മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുമ്പോൾ ഡബിൾ കൂലിയാണ്. ഒരു ദിവസം തന്നെ 2 നോമ്പിന്റെ കൂലിയാണ്. അതൊക്കെ മനസ്സിലാക്കി നോമ്പ് തുറപ്പിക്കലിലേക്ക് നമ്മൾ പ്രത്യേകം എല്ലാ നന്മയുടേതായ മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കുക. പരിശുദ്ധ റമദാൻ മാസമാണ്, നമസ്കാരം ശ്രദ്ധിക്കണം. നോമ്പെടുത്തിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ നോമ്പ് കൊണ്ട് ഗുണമുണ്ടാവില്ല. അതുപോലെ നമ്മുടെ സക്കാത്തെല്ലാം കണക്ക് നോക്കി നമ്മൾ കൃത്യമായി കൊടുക്കുക. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ധാരാളമായി ഖുർആൻ ഓതുക. തറാവീഹ് നമസ്കാരത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ നോമ്പ് പിടിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. നിത്യരോഗികളായ ആളുകൾ, അവശരായ ആളുകൾ. നമുക്ക് ഒരു നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ എന്ത് ചെയ്യണം? അത് നിർബന്ധമാണല്ലോ. ആ നോമ്പ് നമ്മൾ പിന്നീട് റമദാൻ ശേഷം നമ്മൾ പിടിച്ചു കൂട്ടണം. എന്നാൽ നിത്യരോഗികളായ ആളുകൾക്ക് പിടിച്ചു കൂട്ടാൻ കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? ഫിദിയ കൊടുക്കണം, ദണ്ഡം നൽകണം. അഥവാ ഒരു നോമ്പിന് പകരമായി മറ്റൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക. അഥവാ പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പള്ളികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ നോമ്പ് പിടിക്കാൻ കഴിയാത്ത നിത്യരോഗികളായ ആളുകളുടെ ഫിദിയയായി 3000 രൂപ അവരിൽ നിന്ന് സ്വീകരിക്കുകയും അങ്ങനെ പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റ്, ഈ നോമ്പ് പിടിക്കാൻ നിർബന്ധം നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. ഒന്നുകിലും നോമ്പ് പിടിക്കണം, പിടിക്കാൻ കഴിയില്ലേ ഫിദിയ കൊടുക്കണം. അതിന് പകരം മറ്റൊരാൾക്ക് ഒരു നേരത്തെ ആഹാരം. അപ്പൊ ഒരു 3000 രൂപ തോതിൽ വാങ്ങി 3000 രൂപയുടെ ഭക്ഷ്യ കിറ്റുകൾ ഏതെങ്കിലും സാധാരണക്കാരന്റെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഒരു മാസത്തേക്കുള്ളത് നമ്മൾ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഡെയിലി ഒരാളെ വീട്ടിൽ വിളിച്ച് നോമ്പ് ഉറപ്പിക്കാം. അപ്പൊ നോമ്പിന്റെ ആ ഫിദിയ അവിടെ ചെയ്യും. അപ്പൊ 3000 രൂപയാണ് അതിന് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ പള്ളി കമ്മിറ്റി അതിന് സന്നദ്ധരാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും നിത്യരോഗികൾ നോമ്പ് പിടിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, കഴിയാത്തവരുണ്ടെങ്കിൽ
നിങ്ങൾ നിർബന്ധമായും മക്കൾ എന്ന നിലക്ക് 3000 രൂപ ഇവിടെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ 30 നോമ്പിന് പകരമായി 30 നേരത്തേക്ക് പാവപ്പെട്ടവരുടെ ഭക്ഷണം നൽകുകയോ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ റമദാനിൽ എല്ലാ ഞായറാഴ്ചയും ദുഹറിന് ശേഷം നമ്മുടെ ഇവിടെ പള്ളിയിൽ ക്ലാസ് നടക്കാറുണ്ട്. നിസ്കരിക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം, ക്ലാസ്സുകളിൽ നമ്മൾ മുന്നിലുണ്ടാകണം, നോമ്പ് തുറപ്പിക്കുന്നതിൽ നമ്മൾ മുന്നിലുണ്ടാകണം. ഏതൊക്കെ നന്മയുണ്ടോ ഒന്നും വിട്ടുകളയാതെ നന്മയാണോ ഞാൻ മുന്നിലുണ്ട്, തിന്മയാണോ ഞാനില്ല ഞാൻ പോവാൻ. അവിടെ പാർട്ടിയും ഗ്രൂപ്പും സംഘടനയും ഒന്നും നമ്മൾ നോക്കാതെ നന്മയാണോ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, തിന്മയാണോ ഞാനില്ല എന്ന നിലപാടിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. റബ്ബേ റഹ്മാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ശിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ഖുറാഫാത്തുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സക്കീനത്തും മവദ്ദത്തും നീ പ്രദാനം ചെയ്യണം നാഥാ. അല്ലാഹുവേ, സമാധാനപരമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ മനസ്സന്തോഷം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു നാഥാ. ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റമദാനിന്റെ പകൽ സമയത്ത് സുദീർഘമായി നോമ്പെടുക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. പകൽ സമയത്ത് നോമ്പിന്റെ ക്ഷീണമൊന്നും വകവെക്കാതെ രാത്രിയിൽ സുദീർഘമായി നിനക്ക് വേണ്ടി ഉറക്കമുളച്ച് നിന്ന് നമസ്കരിക്കുന്ന യഥാർത്ഥ മുത്തഖീകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വീടുകളിലും ഹോസ്പിറ്റലിലുമായി കഴിച്ചുകൂട്ടുന്ന മുഴുവൻ ആളുകൾക്കും പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ. മരണപ്പെട്ട് ബർസഖിയായ ജീവിതത്തിൽ എത്തിച്ചേർന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ആളുകൾ അവരുടെ ബർസഖ് വിശാലമാക്കണം റഹ്മാനെ. അവരുടെ ബർസഖ് നീ പ്രകാശപൂരിതമാക്കണം റഹ്മാനെ. അവരുടെ ബർസഖിൽ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين. آمين آمين برحمتك يا أرحم الراحمين.